ഗായ്സ്, ഞാൻ ഇന്ന് ഭയങ്കര സങ്കടത്തിലാണ്. എന്റെ ബേബിക്ക് വെച്ച മീനുണ്ടല്ലോ, ഒരു വറുത്ത മീനുണ്ടായിരുന്നു, അതൊരു കാത്തു കട്ടുകൊണ്ടുപോയി. ഞാനിനി എന്തെന്റെ ബേബിക്ക് കൊടുക്കും? മോനത് നീച്ചിന്ന് ഇങ്ങനെ ചോദിക്കണേ. ഞാൻ എന്ത് പറയും? കണ്ടില്ല, സങ്കടം കൊണ്ടൊക്കെ മടിയിൽ കിടന്ന് കരയുക. ഞാൻ ഓനോണ്ട് മാറ്റി കെടുത്തി. ഉമ്മച്ചീനോട് ചോദിച്ചോക്കിയിട്ടും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ തരാ പറഞ്ഞ് സമാധാനിപ്പിച്ച്, എന്നിട്ട് ഞാൻ വേറെ കളിക്കാൻ പോയി. എന്നാലും ഓൻ്റെ സങ്കടം മാറ്റണ്ടേ? ഓനക്കിതിട്ട് ഞാനിങ്ങനെ മ്യൂസിക്കൊക്കെ അടിച്ച് കാണിച്ചെടുത്തേ. ഓനക്ക് മ്യൂസിക് ഉണ്ടാക്കാനൊന്നും അറിയാത്തോണ്ട് ഇങ്ങനെ കരയുണ്ടായിരുന്നു. പാവൻ്റെ ബേബി. എൻ്റെ ബേബിക്ക് ഞാൻ എങ്ങനെ മീൻ വറുത്തത് കൊടുക്കൂ? ഇതിങ്ങനെ ഊരാൻ കിട്ടുക? എന്തെന്നിട്ട് ഊരാൻ പറ്റണില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് വെച്ചത്? ഇത് സ്ക്രൂ ഇട്ടതും കാണാനില്ലല്ലോ. ബേബിയിലേക്ക് മ്യൂസിക് ഉണ്ടാക്കി വെക്ക്. എന്നാലും ഓരോന്നോർക്കുമ്പോ സങ്കടം വരുന്നു. ബോറടിക്കണുണ്ട് ലൈഫ്. ഒരു പണിയുമില്ല, ഒന്നുമില്ല. കളിക്കാനും ആരുമില്ല. നേരെ പോലത്തെ പാലൊടുക്കുക, തിന്നാ പറഞ്ഞ അതന്നെയല്ലേ. എന്നും തന്നെ ആയിട്ടേക്ക് മടുത്ത്. എന്തെങ്കിലൊക്കെ ഒന്ന് വെറൈറ്റി എങ്കിലും വേണ്ടേ? ഇതിപ്പോ സങ്കടമില്ല, സന്തോഷമില്ല, ഒന്നുമില്ലാതായിപ്പോയി. ഇമ്മച്ചിനെ കാണുമ്പോഴാണ് ഒരു സമാധാനം. ഇമ്മച്ചിനെ രണ്ടെണ്ണം പൊട്ടിക്കുമ്പോഴേക്ക് നല്ല രസാ. അപ്പൊ ഇമ്മച്ചിക്കും രസാണ്, എനിക്കും രസാണ്. ഞങ്ങൾക്ക് അതൊക്കെ തന്നെയല്ലേ ഉണ്ടോ എന്റർടൈൻമെന്റ്. ഓർക്കുമ്പോ തന്നെ ചിരി വരുന്നിക്ക്. എനിക്ക് വിശക്കുണ്ട്, തിന്നാ ഒന്നുമില്ല. ബുക്കിലുണ്ട് കുറച്ച് മിഠായിയൊക്കെ. അപ്പൊ ബുക്കില് കുറച്ച് മിഠായിയൊക്കെ എടുത്ത് തിന്നാം. അല്ലാതെ ഇപ്പൊ എങ്ങനെ ഞാൻ വിശപ്പൊക്കെ മാറ്റും? ഇതിലെ ഇപ്പൊ എന്താ എടുത്ത് തിന്നാം? ഇതിലൊന്നും കാണാനില്ലല്ലോ. ചോക്ലേറ്റ്. കാൻഡി ഉണ്ട്, ഇത് ഇട്ടക്ക്. ഇതൊന്നും കിട്ടൂലല്ല. ദേഷ്യം വരുന്നുണ്ട്. ഒന്നിമ്മച്ചിക്കൊന്ന് മേടിച്ച് തന്നൂടെ ഒരു മുട്ടായി. ഇതെന്തെന്റെ കാലുമ്മ മുട്ടിപ്പിടിച്ചിക്കണേ. ഇമ്മച്ചിന്റെ കാലുമെന്താ? ഇമ്മച്ചിന്റെ കാലുമല്ലല്ലോ, ഇന്ത്യമ്മ മാത്രമുള്ളല്ലോ. ഇതിപ്പോ എങ്ങനെ? ഉറുമ്പ് ഒറ്റിപ്പിടിച്ചതാണല്ലേ. അന്ന ഞാനിപ്പ ശരിയാക്കി തരാം. ചിന്ന കടിക്കൂലേ? അന്റെ മേത്ത് ഞാൻ കേറി നിൽക്കും. ഞാൻ ചത്തുപോയി. ഞാൻ പോട്ടെ വേഗം. ഇമ്മച്ചി ഇപ്പോഴാണ് എനിക്കൊന്ന് തിന്നാൻ തന്നത്. ഞാൻ വിശന്ന്. ഈ താത്തടി ഉള്ളോണ്ട് ഒക്കെ അതിൻ്റെ താത്തയാണ് തിന്നെ തീർക്കണേ. താത്തടി സ്കൂളിൽ പോയാൽ മാത്രമേ എനിക്ക് തിന്നാൻ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ വരും. ഒപ്പത്തിന് വേഗം ഓറഞ്ചൊക്കെ തിന്നട്ടെ. ഈ ഓറഞ്ച് പൊളിയാണല്ലോ. അല്ലെങ്കിൽ ഇവരിങ്ങനെ തന്നെ, എനിക്ക് ഇങ്ങനത്തൊക്കെ തരുള്ളൂ. ഞാൻ പോവാണ് ഇവിടുന്ന്. എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നെ ആർക്കും വേണ്ടല്ലോ. എനിക്കൊന്നും തരുന്നില്ല. ആരുണ്ടിപ്പോൾ കളിക്കാനില്ല. എനിക്കിവിടെ ഇടാൻ ചെരുപ്പും കൂടെ ഇല്ല. അതുകൊണ്ട് ഞാൻ വടിമ കയറി നിൽക്കാക്ക്. കാലൊക്കെ ചളിയായിട്ട്. ഇതിമ നിൽക്കാനും വയ്യായ്മ നിന്നിട്ടാണെങ്കിൽ വീഴാനും പോണുണ്ട്. ചെരുപ്പും കൂടി ഇല്ലാത്തതിൻ്റെ സങ്കടം ആരുമില്ല കേൾക്കാൻ. ആരും ഞാൻ പറഞ്ഞു കേൾക്കണില്ല. ഞാനിങ്ങ എങ്ങനെ ഇടൂ? ഉമ്മച്ച് കാണണ്ടല്ലോ അല്ലേ? ഈ വടയോണ്ട് ഇമ്മച്ചക്ക് ഒരടി കൊടുക്കണം. അപ്പോത്തിന് ഇമ്മച്ചിന്റെ ചെരുപ്പ് കണ്ട. ഞാൻ ഇങ്ങനെ നോണ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഇമ്മച്ചിന്റെ ചെരുപ്പ് ഒക്കെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇമ്മച്ചിനെ തെറ്റി തല്ലാനും പറ്റൂല. തൽക്കാലം നമുക്ക് മാറാനുള്ള തട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയ്യ. അവിടൊക്കെ തട്ടി. കുറച്ച് ഓറഞ്ച് കൂടെ ഉണ്ടേന്ന്. ആരെങ്കിലും എടുത്ത് തിന്നവേ, പോയി തിന്നട്ടെ. അയ്യോ, തപ്പത്തിന് വീണ. ഭയങ്കര ചൂടാണ്. ഈ ഫാനേ ഉള്ളൂ എനിക്ക്.
എന്നിട്ട് വീശ. ഇമ്മച്ചിന്റെ കളത്തിനെ മുഴുവൻ പൊളിക്കും. പറഞ്ഞു കൊടുക്കല്ലേ അമ്മച്ചിയെ, ഇമ്മച്ചിനൊന്ന് വരട്ടാതെ ശരിയാവില്ല. ഇന്നോട് കളിക്കല്ലേ കജം. നല്ല ചീത്ത കേട്ട അമ്മച്ചയുടെ പേച്ചിന്നോളും. ഓ, ഇതിന്ന് കാറ്റൊന്നും കിട്ടുന്നില്ല. എന്തായാലും പുറത്തേക്ക് പോവാൻ ചൂടായിട്ട് അകത്തിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ എനിക്ക് വീശിത്തരാനൊന്നും ആരുമില്ലല്ലോ, ഇന്നൊന്നും ആർക്കും വേണ്ടല്ലോ. ഞാൻ പുറത്തേക്ക് പോട്ടെ. എനിക്ക് മുറ്റത്തിടാനും ചെരുപ്പൊന്നുമില്ല. ഞാനതുകൊണ്ട് ഇവിടുത്തെ കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് മുറ്റത്ത് ഇറങ്ങാച്ചിട്ട് നിൽക്കണേ. ഓ, എവിടെ ഇറങ്ങും? അയ്യോ 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 അയ്യോ, കാല് വേദനയായിട്ട് നടക്കാൻ വയ്യ. ഓ, കല്ലൊക്കെ നല്ല ചൂടാണ്, എൻ്റെ കാലൊക്കെ പൊള്ളണുണ്ട്. ആരുമില്ല എനിക്കൊരു ചെരുപ്പെടുത്ത് തരാന്. അവിടെ കണ്ട അവിടെ നിറച്ചു മുള്ളാണ്. അവിടെ ഒന്നും എനിക്ക് ഇറങ്ങാൻ തന്നെ പറ്റൂല. ഞാൻ എങ്ങനെ ഞാൻ അപ്പുറത്തേക്കൊക്കെ നടന്നു പോവാ? ഈ കല്ലൊക്കെ വാരിയിടാതെ നടക്കാൻ പറ്റില്ല. അയ്യോ, മുള്ളും കുത്തി. ഈ ഫാൻ ഉണ്ടായിട്ടും കാര്യമില്ല. പുറത്തേക്ക് പറഞ്ഞപ്പോഴും അതിനും വയ്യ. ഇവിടെ കയറിയിരിക്കാം. ഇമ്മമാൻ്റെ ചെരുപ്പെങ്കിൽ ഇമ്മമാൻ്റെ ഇതെങ്കിലും ഇടാം. ഇതൊന്ന് കേക്കി കൊടുത്താൽ ചിലപ്പൊക്കെ മേടിച്ച് തന്നാലോ. അങ്ങനെ ഇപ്പൊക്ക് വേണ്ട ചെരുപ്പ്. ഒരു അറിയട്ടെ, കല്ലിൽ ചവിട്ടി കാണുന്ന എങ്ങനെ വേദന ഉണ്ടാവുന്നേ. കുറച്ച് കല്ല് ഇവിടെ കിടക്കട്ടെ. ഇവര് ചവിട്ടുമ്പോ ഓർക്കും വേദന ആയിക്കോളൂ. ഓരങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. എനിക്ക് ചെരുപ്പ് മേടിച്ച് തരാതെ ഓരിപ്പം അങ്ങനെ ചെരുപ്പിട്ട് നടക്കണ്ട. ഇനി വേഗം പോയി ഒളിച്ച് നിൽക്കാം. അല്ലെങ്കിൽ ഒരിക്കൽ മനസ്സിലാവും ഞാനവിടെ കല്ല് വെച്ചതിന്. വേഗം പോയി ഒലിക്കട്ടെ ഗൈസ്. അപ്പൊ ഇനി ഇത്ര ഉള്ളൂ ഇട്ടാ. ഇനി നാളെ എനിക്ക് ഉമ്മച്ചി ചെരുപ്പ് മേടിച്ച് തരും. ബൈ ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ ചെരുപ്പൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ഒക്കെ ചെയ്താ. ഞാൻ പോയി ഒളിക്കട്ടെ, അല്ലെങ്കിൽ വരെ കാണും. ഞാൻ പാവല്ലേ, അപ്പൊ എനിക്ക് ചെരുപ്പൊക്കെ എടുത്തരണ്ടേ. ബൈ ബൈ.